സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതി നല്ല ഉറക്കമാണ്. ഗോമതി ഇങ്ങനെ ഉറങ്ങിയിട്ട് ഒരു പകുതി ആകുമ്പോൾ ചെറിയ ലൈറ്റ് കാണുമ്പോൾ നോക്കുമ്പോൾ ബാലൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. എഴുന്നേറ്റ് ഇങ്ങനെ ചാരി ഇരുന്ന് ആലോചിക്കുന്നുണ്ടാവും. അങ്ങനെ ഗോമതി വേഗം ശരിക്കുള്ള ലൈറ്റൊക്കെ ഇട്ട് എന്താ ബാലേട്ട ഉറങ്ങാത്തതെന്ന് ചോദിക്കുമ്പോൾ ഉറക്കം വരുന്നില്ല ഗോമതി. അത് സാരില്ല ബാലേട്ട, ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാണ്ട് കിടന്നതല്ലേ, ഉറങ്ങ് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഗോമതി, എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്ക് ചില കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല. ആ സ്വർണത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോമതിക്ക് മനസ്സിലാവുന്നത് കാര്യങ്ങളൊക്കെ. അത് തിരിച്ചു കൊടുക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇന്ന് കടയിൽ ഇരുന്നിട്ടും അത് തന്നെയാണ് ആലോചിച്ചത്. 100 പവൻ്റെ സ്വർണ്ണമാണ്. അതെങ്ങനെ കൊടുക്കുമെന്ന് എനിക്കൊരു എത്തുമ്പോഴത്തില്ല. ബാലേട്ടൻ എന്തിനാ അത് കൊടുക്കണം? ബാലേട്ടൻ ആ സ്വർണം കാണുകയോ അതിൽ തൊടുകയോ പോലും ചെയ്തിട്ടില്ല എന്ന് ആര്യൻ വ്യക്തമായി അവരോട് പറഞ്ഞതല്ലേ. അത് ആര്യൻ അവരോട് മറുപടി പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും ശരിയല്ല ഗോമതി. കള്ളൻ എന്നുള്ളൊരു പേര് എനിക്ക് സഹിക്കില്ല, അനാഥൻ എന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കും എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ കരയണ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യുക മതി, ഒരു ദിവസം കൊണ്ട് ഇവൻ ഈ സ്വർണം മുഴുവൻ പൈസയാക്കി ചിലവാക്കിയെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഈ കല്യാണത്തിൻ്റെ പിന്നിലും എന്തോ ദുരൂഹത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗോമതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോമതി ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അവൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നല്ലേ. നീ അവനോടൊന്ന് ചോദിക്കുക ഗോമതി, ഞാൻ മറഞ്ഞു നിന്ന് കേട്ടോളാം. എന്താണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്നൊക്കെ ഒന്ന് ചോദിക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബാലൻ വലിയ വിഷമത്തോടെ ഗോമതിയോട് പറയണേ. ഗോമതി ഇങ്ങനെ ആകെ തകർന്ന് നിൽക്കണ. ഈശ്വര, ഞാൻ കാരണം എന്തെല്ലാം സംഭവിക്കണേ, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കണേന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഗോമതി വിഷമിച്ചിരിക്കുന്നുണ്ട്. ഇതേസമയം തന്നെ മീനാക്ഷിനെ കാണിക്കുന്നുണ്ട്. മീനാക്ഷി കുറച്ച് ദിവസം ജോലിക്ക് പോകാത്തതുകൊണ്ട് പെൻഡിങ് ആയ വർക്കുകളൊക്കെ റൂമിലിരുന്ന് ചെയ്യുന്നു. ആകാശാണെങ്കിൽ ഓടി വന്ന് കട്ടിലിരുന്നിട്ട് പറഞ്ഞിട്ട് നീ ഇതൊക്കെ എടുത്തേക്ക് എന്നറപ്പോൾ ഇതൊന്നും എടുത്തേക്കാൻ പറ്റില്ല, നാളെ ഇതൊക്കെ കാണിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അത് അവരോട് പറയും ഭർത്താവ് സമ്മതിച്ചില്ല എന്ന് പറയുന്നൊക്കെ പറഞ്ഞ്. അതെ, എനിക്ക് നീ ഗുരുവായൂർ ഇത്രയും ദിവസം നീ ഗുരുവായൂർ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പല പ്രശ്നങ്ങളും, അതുകൊണ്ട് നിന്നോട് ശരിക്കും മിണ്ടാനൊന്നും പറ്റിയില്ല, നീ അതൊക്കെ എടുത്ത് വെച്ചിട്ട് വായോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മീനാക്ഷിനായിട്ട് നല്ല റൊമാൻസ് ഒക്കെ ആവാൻ നോക്കുന്നുണ്ട്. മീനാക്ഷിക്ക് എനിക്ക് ആകെ ടെൻഷനായിട്ടൊക്കെ ഇരിക്കുന്നു. ആ സമയത്ത് മീനാക്ഷി പറയുന്നത് ആകാശ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ആര്യൻ്റെ പ്രശ്നങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. അവർ രണ്ടാളെ മുഖത്തും ഒരു സന്തോഷമില്ല. മിത്രയുടെ മുഖത്ത് നീര് വിഷമം, ആര്യൻ്റെ മുഖത്ത് ദേഷ്യം. നീ ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെ റൊമാൻസ് എങ്ങനെയായിരുന്നു. അവർ രണ്ടും രണ്ടിടത്തല്ലേ കിടക്കണേന്ന് അറിയും. രണ്ടിടത്ത് കിടക്കണ നീ എന്തീ പറഞ്ഞേ? രണ്ടിടത്ത് കിടക്കണമെന്ന് വെച്ചാൽ രണ്ട് വീട്ടിലല്ലേ കിടന്നിരുന്നത്, അപ്പുറം അപ്പുറം അല്ലേ. അപ്പോൾ അവരുടെ റൊമാൻസ് ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അത് അവരുടെ കാര്യം അവർ നോക്കിക്കോളും. ആകാശം എന്തിനാ അവരുടെ കാര്യം അന്വേഷിക്കണേ, നമുക്ക് നമ്മുടെ കാര്യം അന്വേഷിച്ചാൽ പോരെ. ശരി ആകാശ് പറഞ്ഞത്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി നിൽക്കുക. എനിക്ക് കുറച്ച് ദിവസമായില്ല ആകാശിനായിട്ട് സംസാരിച്ചിട്ട്, നമുക്ക് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു മീനാക്ഷി വേഗം ഫയലൊക്കെ അടച്ചു വയ്ക്കും. പെട്ടെന്ന് തന്നെ റൂമിൻ്റെ പുറത്ത് ചെറിയൊരു ശബ്ദം കേട്ട പോലെ എനിക്ക് തോന്നി. ഈശ്വരാ, മിത്ര ഞാൻ എഴുന്നേറ്റ് വന്നു, റൂമിൻ്റെ പുറത്ത് ആരോ വന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് എങ്ങനെ പുറത്തേക്ക് പോകും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആകാശം ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറയാം. അപ്പം പറയും എന്നാൽ ശരി വേഗം കുടിച്ചിട്ട് വായോ എന്ന് പറയും. അങ്ങനെ മീനാക്ഷി ചെല്ലുമ്പോൾ ഹാളിൽ സോഫയിൽ ആരോ കുറച്ചും കൂടി കിടക്കുന്നുണ്ട്. അങ്ങനെ ആരാന്ന് പറഞ്ഞ് മീനാക്ഷി ഇങ്ങനെ കുലുക്കി നോക്കുമ്പോൾ മിത്ര നീ എന്ത് ഇവിടെ കിടക്കണേന്ന് ചോദിക്കും. ഒന്നില്ലേ ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ ആ മുറി എനിക്ക് ശരിയാവില്ല, ഞാൻ ഇവിടെ കിടന്നോളാന്ന് പറയും. നീ എന്തൊക്കെ ഈ പറയുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് 3 ദിവസം പോലും ആയിട്ടില്ല. ഭാര്യയും ഭർത്താവും പല സ്ഥലത്ത് കിടന്നാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ എന്തെല്ലാം സംശയങ്ങളും ചോദ്യങ്ങളും വരും. നീ എഴുന്നേറ്റേന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് മിത്രനെ മീനാക്ഷി റൂമിൽ നിന്ന് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിന് ശേഷം ചെന്നപ്പോൾ ആര്യൻ കട്ടിൽ ഇങ്ങനെ വിശാലമായി കമൽ നടച്ച് കിടക്കണം. എഴുന്നേൽക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് മീനാക്ഷി തട്ടുമ്പോൾ ഇത് വലിയ ശല്യമായാലും ഒന്ന് പോടി എന്ന് പറയും. അപ്പം പറയും ആര്യ ഞാനാണ് ഏട്ടത്തി എന്ന് പറയും. അപ്പം നമ്മുടെ മീനാക്ഷി ശബ്ദം കേൾക്കുമ്പോൾ ആര്യം വേഗം ചാടി എടുക്കും. എന്താ ഏട്ടത്തി എന്ന് ചോദിക്കും. എന്തത് മിത്ര പുറത്തുനിന്ന് കിടന്നത്, അങ്ങനെ കിടക്കാനാണോ നിങ്ങളോട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അത് അവളുടെ ഇഷ്ടമല്ല, അവൾ എവിടെയെങ്കിലും കിടന്നോട്ടെ ഏട്ടത്തി എന്ന് പറയും. നീ അമ്മയുടെ ചോദ്യങ്ങളൊക്കെ അമ്മ ഞാനും പല ആൾക്കാരോടും പലതും പറയേണ്ടി വരും മറുപടി. നീ ഞങ്ങളെ വിഷമിപ്പിക്കരുത് കേട്ടാ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ചേർത്തി എനിക്ക് കട്ടിലിൽ കിടന്നാലും ഉറക്കം വരുള്ളൂ. കിടക്കണം, കട്ടിലിൽ നീ കിടക്കണം, അവളും കിടക്കണം കട്ടിലിൽ. അതെന്താ അതെ, ഞാനൊരു ചേട്ടത്തിന് എനിക്ക് അനിയനോടും അനിയത്തിയോടും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൽ ഒരു പരിധി ഉണ്ട്. അത് നിങ്ങൾ ആലോചിക്കണം. മര്യാദയ്ക്ക് ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാണ്ട് 2 പേര് ഈ റൂമിൽ തന്നെ കിടക്കണം എന്ന് പറഞ്ഞ് മീനാക്ഷി ദേഷ്യപ്പെട്ട് രണ്ടാളെ എവിടെ ആക്കി പുറത്ത് വാതിലടച്ചു കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ ഇത് വലിയ ശല്യമായെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യൻ ബെഡ്ഷീറ്റും തലനെടുത്ത് താഴ്ത്ത് കിടക്കും. മിത്ര വേഗം സുഖമായിട്ട് കട്ടിലേലും കയറി കിടക്കും. പിന്നെയും കാണിക്കുന്നത് ബാലനേനെയും. ബാലനോട് ഉറങ്ങാൻ പറയുന്ന കോമതി വിഷമിച്ചിട്ട് ഉറങ്ങും ബാലേട്ട എന്ന് പറഞ്ഞാൽ വലിയ കോമതി. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഈ ദേവമംഗലം വിൽക്കാന്ന് പറയും.
ദേവമംഗലം വിൽക്കാനോ ഗോമതി അങ്ങനെ ഞെട്ടി ചാടി എഴുന്നേൽക്കും. അതെ, 100 പവൻ്റെ സ്വർണം കൊടുക്കാൻ ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗവും കാണുന്നില്ല. അതുകൊണ്ട് ഇത് വിറ്റ് അവരുടെ പൈസ കൊടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു വാടക വീട് എടുക്കാന്നൊക്കെ പറയും. അപ്പോൾ ഗോമതി ശരിക്കും പൊട്ടി കരയുന്നു ചെയ്യുന്നത്. കാരണം ഈ ഗോമതി കാരണം എന്തെല്ലാം സംഭവങ്ങളുണ്ടെന്ന് പറയുന്നത്. ബാലേട്ട ചിലപ്പോൾ ഒരു പക്ഷെ അവൻ്റെ കയ്യിൽ നിന്ന് അതാരെങ്കിലും റൂമിൽ നിന്ന് കള്ളന്മാർ കൊണ്ടുപോയി എന്ന് അവൻ പറഞ്ഞല്ലോ ആദ്യം. അപ്പോൾ ചിലപ്പോൾ അതാവും നമ്മളെ പേടിച്ചിട്ട് പറയാണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ 100 പവൻ പോയിട്ട് എന്താ അവൻ കേസ് കൊടുക്കാത്തത്? ഒരു 4 പവൻ പോയാൽ നമ്മൾ കേസ് കൊടുക്കൂലേ? പിന്നെന്ത് ഈ 100 പവൻ പോയിട്ട് കേസ് കൊടുക്കാത്തത്? അതൊന്നല്ല ഗോമതി, ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആകാശ് പുറത്ത് ഇങ്ങനെ നിൽക്കണ്. ആകാശ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മീനാക്ഷി വന്നിട്ട് പറയും, ആകാശ് ഇത് സഹായം ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു സഹായമല്ല 100 സഹായം ചെയ്യാന്ന് പറയും. എന്നാൽ ശരി, ആകാശായ ഇതൊന്ന് തരാൻ പറയും, താക്കോല് തരാൻ പറയും. അതെന്തിനാ മിത്രയ്ക്കും ആര്യനും കോളേജിൽ പോകാൻ പറയും. അയ്യേ, അവർ കോളേജിൽ പോകണമെന്ന് ചോദിക്കുക. എന്താ അവർക്ക് കോളേജിൽ പോയാൽ കല്യാണം കഴിഞ്ഞിട്ട് അവൻ വല്ല ജോലിക്കല്ലേ പോകേണ്ടത്? കല്യാണം കഴിഞ്ഞ് ചെക്കൻ എന്താ ജോലി ചോദിക്കുമ്പോൾ പഠിക്കണം പറയുമ്പോൾ അതൊരു മോശക്കേടല്ലേ? എന്നാൽ നാട്ടുകാർ കൊടുക്കും അവർക്ക് ജോലിയും ചെലവിനുള്ള പൈസ എന്നൊക്കെ ചോദിക്കും. അതില്ല, ആ നാട്ടുകാരെ പേടിച്ചിട്ട് നമുക്ക് കുടുംബത്തിരിക്കാനൊന്നും പറ്റുന്നില്ല. ആകാശം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട. ബൈക്കിൻ്റെ താക്കോല് ചെയിനും കീ ചെയിനും എടുത്തുകൊണ്ട് പോയോ അവർക്ക് കൊടുക്കട്ടെ. അവർ രണ്ടാളും കോളേജിൽ പോട്ടെ. മാത്രമല്ല കൃഷ്ണമംഗലത്താർ ഒന്ന് കാണട്ടെ, രണ്ടുപേരും കൂടെ കോളേജിൽ പോകണമെന്നൊക്കെ പറയും. ആകാശിനപ്പം എന്തോ ഒരു തൃപ്തി വരാത്ത പോലെയുണ്ട്. അപ്പം മിത്രയ്ക്ക് അവർക്കും ഭയങ്കര സന്തോഷം. മിത്രയ്ക്ക് സന്തോഷമുണ്ടോ? പിന്നെ മിത്ര ഇന്ന് രാവിലെയും കൂടെ പറഞ്ഞുള്ളൂ, ഇത്രയ്ക്ക് സന്തോഷകരമായ ഒരു ജീവിതമാണ് കിട്ടുന്നു പ്രതീക്ഷിച്ച് പോലില്ല എന്നൊക്കെ പറഞ്ഞു. അതേന്ന് വയ്ക്കും. അപ്പം ആകാശിന് ചെറിയ സന്തോഷമാക്കാറുണ്ട്. ആകാശ് പോയി താക്കോലൊക്കെ എടുത്ത് കൊടുക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അങ്ങനെ ആകാശ് താക്കോലെടുക്കാൻ പോയ സമയത്ത് മീനാക്ഷി ഇങ്ങനെ വിഷമിച്ചല്ല ദീർഘനിശ്വാസം വിട്ടിട്ട്, എൻ്റെ ഈശ്വര, ഞാനും അമ്മയും ഒരുപാട് കഷ്ടപ്പെടുമല്ല ഇതിൻ്റെ ഇടയിൽ കിടന്ന്, എന്ത് ചെയ്യും ഇങ്ങനെ പോയാലെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ മീനാക്ഷി വരാന്തയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യനെ. മീനാക്ഷി കോളേജിൽ പോകാനുള്ള റെഡിയായി ഇങ്ങനെ മുട്ടിയൊക്കെ ഇങ്ങനെ കെട്ടി കണ്ണാടിലൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ബാഗ് ഇട്ടുകൊണ്ട് ആര്യനും വരുന്നുണ്ട്. കോളേജിൽ പോകാൻ റെഡിയായില്ലേ എന്ന് പറയും. പോകാൻ റെഡിയായി എന്ന് പറയും. അപ്പച്ചി രണ്ടുപേരോടും കൂടെ ഞാൻ ഒരു കാര്യം ചെയ്യുന്ന, നീ ആദ്യം പൊക്കോ, ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചി പറഞ്ഞത് ഒന്നിച്ചിറങ്ങാന്നല്ലേ എന്ന് പറഞ്ഞാൽ അപ്പച്ചി പറഞ്ഞത് കേട്ടത് കൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു പറഞ്ഞപ്പോൾ എൻ്റെയും എന്നും ഇത്രയും വഴക്കിടുന്നുണ്ട്. ഇതിൻ്റെ നിനക്ക് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല, ഇപ്പോൾ കണ്ടതല്ല, എൻ്റെ ജീവിതം ഇങ്ങനെയായി എന്നൊക്കെ പറയും. എനിക്കും അങ്ങനെ തന്നെയാണെന്നും ഇത്ര വെട്ടി തോന്നുന്നു പറയും. നിനക്ക് എന്ത് കുഴപ്പം? എനിക്ക് കുഴപ്പമില്ലാണ്ടാണോ? നിനക്കൊരു കുഴപ്പമില്ല, കാരണം നിന്നെ ഒരാൾ തേച്ചിട്ട് പോയി, നിനക്ക് ഉടനടി ഒരാളെ കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മിത്ര ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ മിത്രനെ വിഷമിച്ച് നിൽക്കുന്ന മിത്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.